ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി കോവൈ രണ്ടാളെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. എന്തിനാ ഇറങ്ങിക്കണേന്നറിയോ? അവിടെ ഒരു സംഭവമല്ലേ അത് കാണാനിട്ടാ. പൂളൊക്കെ അടച്ചോനെ. ഇതിപ്പോ എന്താ നല്ല കാടുണ്ടല്ലോ അവിടെ. ഇതിപ്പോ വലിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണല്ലോ റബ്ബേ. അങ്ങനെ ഗെയ്സ് തൊഴിലുറപ്പിൻ്റെ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തൊഴിലുറപ്പിന് പോകണുണ്ടോ എന്നൊക്കെ ചോദിക്കലില്ലേ, തായി ഇറങ്ങിക്കൂടും. നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കാട് പിടിച്ചിക്കണ ഇവിടെ. തേനീച്ചനെ പേടിച്ചിട്ട് നല്ല കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നാലേ ഇവിടേക്ക് മാത്രം ആരും വരില്ല. കാരണം പേടിയാണ്. ഒത്തുകൊള്ളുവോ എൻ്റെ റബ്ബേ. ഇതിപ്പോ എന്താണ് സംഭവം? എത്ര ഒരു കണ്ടോ അടിയിൽ കിടക്കണ ഒരു വട്ടത്തില് അങ്ങ് മഴ പെയ്തപ്പോ എന്ന് വരും തേനെന്ന് പറഞ്ഞിട്ട് കുറേ ആയി ഒരു സംഭവത്തിന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇവിടേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വരിക. കണ്ടോ ഞാൻ വരാത്തോണ്ട് കാടൊക്കെ പിടിച്ച് കിടക്കണ. മഴക്കാലല്ലേ, പെട്ടെന്ന് കാട് പിടിക്കും ചെയ്യും ഇവിടെ. ഇനിയിപ്പോൾ ഈ കാടൊക്കെ വെട്ടിയിട്ട് ബാക്കി കേട്ടോ. ഇതന്നെ അടച്ചു വെക്കാം നമുക്ക്. ഹായ് ഗെയ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ കാടൊക്കെ വെട്ടിട്ടോ രാവിലെ എണിച്ചാൽ ഇതാണ് കേട്ടോ. ഈ ഒരു തേനീച്ചൻ്റെ അടുത്തേക്ക് ഒരു പരിസരത്തേക്ക് എൻ്റെ താത്ത വരില്ല കേട്ടോ. കാരണം തേനീച്ചയുടെ കുത്ത് പേടിച്ചിട്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇതിൻ്റെ അടുത്ത് ചെല്ലും, എല്ലാം എന്താ ചെയ്യും. പക്ഷെ ഇന്നിതുവരെ ഇവിടുന്ന് കുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ പരിസരമൊക്കെ അതിൻ്റെ ആ പരിസരമൊക്കെ ഒന്ന് ക്ലീനാക്കി ഇനി അടുത്ത ഒരു മാസം ആവില്ലേ ഞാൻ അവിടെ ചെന്നിട്ട് അതൊന്ന് നോക്കാൻ. അപ്പോഴേക്കും കാടൊന്നായിട്ട് വെട്ടും കേട്ടോ. പക്ഷെ തേനീച്ചൻ്റെ ആ പരിസരം പോകില്ല താത്ത എന്തെന്നെ ആയാലും കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ചെയ്തിട്ട് നേരെ ഉള്ളിലോട്ട് കയറി അങ്ങനെ കപ്പ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്ക് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല ഇഷ്ടം. കപ്പയും ബീഫും എന്ന് പറഞ്ഞാൽ ഓലങ്ങോട്ട് ഓടി വന്ന് അത് വല്ലാത്തൊരു ടേസ്റ്റ് അല്ലേ എല്ലാവരും ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാൻ. അങ്ങനെ ഓരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
ഓളെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അനിയത്തിയുടെ വീട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു നിന്നിട്ട് തിരിയാനോ എനിക്ക് ലൈവ് ഇടാനോ വീഡിയോസ് എടുക്കാനോ ഒന്നിനും ടൈം ഉണ്ടാവില്ല കേട്ടോ. അനിയത്തി മക്കളും കൂടെ ഉണ്ടാകുമ്പോൾ എന്തോരം ബഹളാന്നറിയാം. അടിപൊളി എന്നല്ല, ഒന്നൊന്നര അടിപൊളിയാണ് കേട്ടോ. ചെവി വെക്കില്ല, ചെവി അങ്ങോട്ട് പൊട്ടി അടിച്ച് കുത്തിരിക്കും. കാരണം 3 മക്കളും എൻ്റെ 2 മക്കളും 5 മക്കളും കൂടിയിട്ട് ഇങ്ങോട്ട് ബഹളമായിരിക്കും കേട്ടോ. പോരാത്ത ഞാനും ഓളമ്മയും പിന്നെ എൻ്റെ താത്തയും പറയണല്ലോ. നല്ല രസമാണ് കേട്ടോ, ചെറിയും കളിയും ബഹളവും. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വീണു, ചെറിയൊരു സ്റ്റൂണും വരുന്നിട്ട് അങ്ങനെ ഒത്തിരി ചെറിയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ ഇതാ ഫുഡൊക്കെ റെഡിയാക്കി. ഫുഡ് സാധാരണ നോർമൽ ഫുഡാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നും മുരിങ്ങ താളിപ്പ് ഇക്കല്ലല്ലോ. ഇക്കല്ലാത്ത കാരണമാണ് കേട്ടോ മുരിങ്ങ താളിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ ഇക്കാക്ക് എന്തെങ്കിലും കുറുക്കിയിട്ടുള്ള ചാറ് വേണം കേട്ടോ. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളും ഫുഡ് കഴിച്ചു. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പോകണമെന്ന് സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെയാണ് യാത്ര പോകുമ്പോൾ എന്താണെന്നാ ഒരു ക്ഷീണക്കാര കേട്ടോ, ഒന്നും കഴിക്കൂല. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതേമാതിരിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. 5 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ പ്രിയദർശിനി ബസ്സിൽ ആദ്യമായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ കയറി. അങ്ങനെ ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം.